DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ജൂൺ മാസത്തിൽ പൂർത്തിയാക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. സംസ്ഥാനത്ത് മെയ് മാസത്തെ ക്ഷേമ പെൻഷനായ 2000 രൂപയുടെ വിതരണം പൂർത്തിയായി. ജൂൺ മാസത്തിലെ പെൻഷൻ തുക 2000 രൂപ ആയിരിക്കുമോ അതോ പുതിയ സർക്കാർ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ 3000 രൂപ തന്നെ ലഭിക്കുമോ എന്നതാണ് എല്ലാവരും ജൂൺ മാസത്തിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. UDF സർക്കാരിൻ്റെ നയപ്രഖ്യാപനത്തിൽ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിനാൽ തന്നെ അധികം വൈകാതെ പെൻഷൻ 3000 രൂപയാക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. എന്നാൽ സർക്കാർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ധവളപത്രത്തിൽ സംസ്ഥാനം ഇപ്പോൾ 5 ലക്ഷം കോടിയിലധികം രൂപയുടെ കടബാധ്യത നേരിടുന്നതായി വ്യക്തമാക്കിയിരുന്നു. നിലവിലെ സർക്കാരിന് 40,000 കോടിയിലധികം ബാധ്യത കൊടുത്തു തീർക്കാനുമുണ്ട്. ഈയൊരു സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ തുക ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കുന്നതിനു പകരം മുൻകാലങ്ങളിലെ പോലെ ഘട്ടം ഘട്ടമായുള്ള വർധനയും സർക്കാർ പരിഗണിച്ചേക്കും. ജൂൺ 19-നാണ് സംസ്ഥാന സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് നടക്കുന്നത്. ഇതിൽ പെൻഷൻ വർധന ഉൾപ്പെടെ ഉണ്ടാകുമെന്ന വിലയിരുത്തലുകളാണ് എത്തുന്നത്. അത്തരത്തിൽ ജൂൺ 19-ലെ ബജറ്റിൽ അത്തരമൊരു പ്രഖ്യാപനം വഴി ജൂൺ മാസത്തിൽ ഉയർന്ന പെൻഷൻ ലഭിക്കുവാനാണ് സാധ്യത. എന്നാൽ ഒറ്റയടിക്ക് 3000 രൂപയാക്കി പെൻഷൻ ഉയർത്തുവാനുള്ള സാധ്യത കുറവാണ്. സംസ്ഥാനത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ തന്നെ ഘട്ടം ഘട്ടമായി പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുവാനാണ് കൂടുതൽ സാധ്യത. അതായത് ആദ്യഘട്ടത്തിൽ 200, 300 എന്നിങ്ങനെയൊക്കെ ഘട്ടം ഘട്ടമായി കൂട്ടി 3000 രൂപയിൽ എത്തിക്കുവാനാണ് സർക്കാരിന്റെ ശ്രമം ഉണ്ടാവുക എന്നാണ് പലയിടത്തു നിന്നും റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും പെൻഷനിൽ ഒരു വർധനവ് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. ഇലക്ഷനുകളെല്ലാം കഴിഞ്ഞതോടെ അനർഹരായിട്ടുള്ളവരെ ഒഴിവാക്കി പെൻഷൻ പട്ടിക ശുദ്ധീകരിക്കുന്ന പ്രക്രിയയും ഈ മാസം തന്നെ സജീവമാകും. വീട്ടിൽ AC-യും സ്വകാര്യ കാറും ഒക്കെയുള്ളവർക്കെതിരെ കുറച്ചു മാസങ്ങളായി മന്ദഗതിയിലായിരുന്ന പുറത്താക്കൽ നടപടികളൊക്കെ ഇനി സജീവമാകും. അർഹരായിട്ടുള്ളവർക്ക് ഉയർന്ന പെൻഷൻ നൽകി സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളവരെ ഒഴിവാക്കുന്ന നടപടിയാണ് ഇനി സജീവമാവുക. 3000 രൂപയാക്കി ഉയർത്തുന്ന ക്ഷേമ പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കാൻ ഗുണഭോക്താക്കൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക എന്നതാണ്. അതായത് നാളിതുവരെയും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത 2.5 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളുണ്ട്. അവർ ജൂൺ 30-നകം ഈ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ അവസാന തീയതിക്ക് മുൻപായി ഈ രേഖ സമർപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വിധവ, അവിവാഹിത പെൻഷൻ വാങ്ങുന്ന 60 വയസ്സിൽ താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ പുനർവിവാഹിതയല്ല അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ജൂൺ 30-നകം സമർപ്പിക്കണം. നേരത്തെ മാർച്ച് 31 വരെ ആയിരുന്നു ഇത്തരത്തിൽ രേഖ സമർപ്പിക്കുവാൻ സർക്കാർ സമയം അനുവദിച്ചിരുന്നതെങ്കിൽ പിന്നീട് ഇലക്ഷൻ പശ്ചാത്തലത്തിൽ നീട്ടി നൽകുകയായിരുന്നു. എന്നാൽ ഇനിയൊരു നീട്ടൽ ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. അതിനാൽ ജൂൺ 30-ന് മുൻപായി നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് 2025-26 വർഷത്തിൽ ഇതുവരെ നൽകാത്തവർ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങളുടെ പെൻഷൻ റദ്ദാക്കുന്നതാണ്. ഇനി ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ. എല്ലാ മാസത്തെയും പോലെ ജൂൺ 25-ാം തീയതിക്ക് ശേഷമാണ് ജൂൺ മാസത്തെ പെൻഷൻ വിതരണം സംസ്ഥാനത്തുണ്ടാവുക. ബജറ്റിൽ പെൻഷൻ തുക ഉയർത്തുകയാണെങ്കിൽ ആ തുക ജൂൺ മാസമോ അല്ലെങ്കിൽ ജൂലൈ മാസം മുതലോ ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.